आपसे मिले मुझे बहुत खुशी हुई। बहुत बहुत शुक्रिया, धन्यवाद. ഈ ഒരു കൊച്ചിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുറച്ചു കാലം മുമ്പാണ് ഭയങ്കര വൈറലായിരുന്നു ആള്. അതായത് കൂടെ രണ്ട് അനിയന്മാരെ കൂട്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ഹിറ്റായി. അതിനുശേഷം തൻ്റെ ടാലൻറ്റ്, പാട്ടിലുള്ള തൻ്റെ ടാലൻറ്റും സഹോദരന്മാരുടെ ടാലൻറ്റും കാണിച്ചിട്ട് ഒരുപാട് പരിപാടികൾ, ഒരുപാട് സ്റ്റേജ് ഷോകൾ, അങ്ങനെ വളർന്നു വന്ന് ഇപ്പോൾ 24 വയസ്സായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പണ്ട് കണ്ട ആളൊന്നും അല്ല ഇപ്പോൾ ആൾ കംപ്ലീറ്റ്ലി മാറി. ഇപ്പം ആരാണെന്ന് പലർക്കും അറിയാമായിരിക്കും. BJPയുടെ ബീഹാറിലെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് 24 വയസ്സുള്ള മൈഥിലി ഠാക്കൂർ. ഡൽഹിയിൽ ജനിച്ചു, അവിടെ വളർന്നു, അവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈഥിലി ഠാക്കൂറാണ് ബീഹാറിലെ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥി. ഇനി നമുക്ക് കഥയിലോട്ട് വരാം കേട്ടോ. അലിനഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് മൈഥിലി ഠാക്കൂർ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു സ്ഥലത്ത് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലത്തെ MLA ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിലെ ഭാഗമായിട്ടുള്ള മിശ്രി ലാലാണ് കേട്ടോ. ഈ മിശ്രി ലാല് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു 2018. 2020 ആ പാർട്ടി NDAയുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ജയിക്കുന്നു. അതിനു മുമ്പ് ഒരിക്കലും അവിടെ RJD അല്ലാത്ത മറ്റൊരു പാർട്ടിയും ജയിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ജയിച്ച് കയറി വരുന്ന ഈ പറഞ്ഞ മിശ്രി ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ MLA 2022 ആയപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തോട്ട് മാറുന്നു. അങ്ങനെയാണ് അവിടുത്തെ ഒരു ചരിത്രം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കലും BJPക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു വേര് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ് ഈ പറഞ്ഞ അലിനഗർ. അവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ മൈഥിലി ഠാക്കൂറിനെ അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. മൈഥിലി ഠാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുട്ടിത്തം വിടാതെ ഒരു 24-ാമത്തെ വയസ്സിൽ തൻ്റെ യൗവനം എന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടിയിൽ നിന്ന് യൗവനത്തിലോട്ട് കിടക്കുന്ന ഒരു പ്രായത്തിൽ പാട്ടൊക്കെ പാടി നല്ല രസത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറേണ്ടി വന്നത്. अपने एक झोला में वो मखान लेकर के आई और मेरे मुट्ठी में डालने लगी. मेरे मुट्ठी से जब गाड़ी में पूरा तितर बितर बिखरने लगा तो फिर हमारे बगल में जो ड्राइवर बैठे थे उन्होंने तुरंत पाग, जो मुझे जो सामान मिला था, पाग लेके कि मैथिली इसमें भरवा लो. तो उसमें उन्होंने महिला ने, हमारी जो काकी थी, वो झोले में जितना मखान था सब उसमें उड़ेल दिया जैसे. और जब उन्होंने मेरे पाग में मखान को भरा तो उन्होंने अपने हाथ से मेरे मुंह में थोड़ा सा खिला दिया. ഇനി ഈ മൈഥിലി ഠാക്കൂറിൻ്റെ ഒരു മുൻ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബീഹാരി ആണെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇത്രയും കാലത്തോളം ആ കുട്ടി ജനിച്ചതും വളർന്നതും എല്ലാം ഡൽഹിയിലാണ്. ആദ്യമായിട്ട് ബീഹാറിലോട്ട് വരുന്നു. തൻ്റെ സ്വന്തം എന്താ പറയുക, പിതാക്കൾ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ സ്ഥലമായിട്ടുള്ള ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചാറ്റ് പൂജയിലെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഈ കുട്ടീനെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വിളിച്ചത് 2023-24 സമയങ്ങളിൽ ആ ചാറ്റ് പൂജയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിന് മൈഥിലിനെ അന്ന് സ്വന്തം നാടായിട്ടുള്ള ബേനി പട്ടിക്കർ എന്ന സ്ഥലത്തോട്ട് ആ ഒരു ഗ്രാമമാണ് അങ്ങോട്ട് വിളിക്കുന്നു. ആ സമയത്ത് മൈഥിലിയുടെ ഒരു പ്രോഗ്രാമിൻ്റെ പൈസ എന്ന് പറയുന്നത് 5 മുതൽ 7 ലക്ഷം വരെയായിരുന്നു. അത്രയും കൊടുക്കാൻ ബീഹാരികളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾക്ക് അത്രയും പൈസ കൊടുക്കാനില്ല. അതുകൊണ്ട് 2 ലക്ഷം കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു 3 ലക്ഷമൊക്കെ അവർക്ക് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ സമയത്ത് ഇല്ല, ഞാൻ ആ സ്ഥലത്ത്, അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ സ്ഥലമായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ഞാൻ പാടുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തൊരു ചരിത്രം ഈ കൊച്ചിനുണ്ട്. കൊച്ചിനല്ലെങ്കിൽ കൊച്ചിൻ്റെ എന്താ പറയുക, ഇത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുകൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം അവിടെ വന്നിട്ട് ഒരു സ്ഥാനാർത്ഥിയായ സമയത്ത് ഫ്രീ ആയിട്ട് ഈ ബീഹാരികൾക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പാട്ട് പാടി കൊടുക്കുന്ന മൈഥിലിയാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് കാണുന്നത്. ഭയങ്കര രസമാണ്. കുട്ടിത്തമൊന്നും ഒട്ടും മാറിയിട്ടില്ല. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കൊച്ചി എത്രത്തോളം ഒരു ഭക്ഷണം വിശന്നിക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കുമോ അങ്ങനെ കഴിക്കുന്ന ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ പല വീഡിയോകളിലും പല പ്രസ്താവനകളിലും ഈ കൊച്ചിനെ നമ്മൾ കാണുന്നത്. अपने एक झोला में वो मखान लेकर के आई और मेरे मुट्ठी में डालने लगी. मेरे मुट्ठी से जब गाड़ी में पूरा तितर बितर बिखरने लगा तो फिर हमारे बगल में जो ड्राइवर बैठे थे उन्होंने तुरंत पाग, जो मुझे जो सामान मिला था, पाग लेके कि मैथिली इसमें भरवा लो. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 20 വർഷമായിട്ട് ഡൽഹിയിൽ തന്നെ കംപ്ലീറ്റ്ലി സെറ്റിൽ ആയിട്ടുള്ള ഫാമിലി, അല്ലെങ്കിൽ അവിടെ ആയിട്ടുള്ള ഈ ഒരു മൈഥിലിനെ എന്തുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ അലിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് സ്ഥാനാർത്ഥിയായിട്ട് BJP വെച്ചു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഈ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മറുപടി പോലും പറയാൻ അറിയില്ല. കാരണം രാഷ്ട്രീയം എന്താണെന്നോ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ, എന്താണ് രാഷ്ട്രീയം, എങ്ങനെയാണ് ഒരു സ്ഥലത്ത് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്, ഒരു MLA ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പോലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും പുറത്തോട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു പാവം
ഒരു കൊച്ച്. ऑफरिंग है आपकी, आपके विधानसभा के लोगों से ले, क्यों चुने आपको? मेरा मन नहीं है। ठाकुर जिंदाबाद। मैं ये कह रहा हूँ, लोग ये कहते हैं मैथिली ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആരെങ്കിലും എഴുതി വിട്ടിട്ടില്ല അല്ലെങ്കിൽ പഠിപ്പിച്ച് ബൈഹാർട്ടായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് തന്നെ ഓർത്തെടുത്ത് പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഒരുപാട് വരണ്ടി ഓടുന്ന ഒരാളെ നമ്മൾ കണ്ടത്. ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഉറങ്ങാനുള്ള സമയമായി, എൻ്റെ റെസ്റ്റിൻ്റെ സമയമാണ്, എനിക്ക് ഇത്രയും വലിയ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ ഇത്രയും വലിയ ചോദ്യങ്ങളോ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ വിടണമേ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുള്ളൊരു മൈഥിലിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. लोक गायकों की बड़ी मौजूदगी अभी हम राजनीतिक परिदृश्य में देख रहे हैं, ये आपकी चॉइस थी या ऐसे ही जर्नी में मिला है? प्रधानमंत्री जी ने आह्वान किया था कि 1 लाख युवाओं को राजनीति से जोड़ेंगे, तो उसकी शुरुआत मुझसे हुई. कि जब महाराष्ट्र में बिहारियों के खिलाफ कोई घटना होती है तब एनडीए सरकार कुछ नहीं करती और यहाँ पे वही एनडीए सरकार बिहारियों की सुरक्षा की बात कर रही है. हाउ डू यू सी दिस? मुझे वो महसूस नहीं हुआ जो खतरा जिसकी आप बात कर रहे हैं. तो 12 दिन पहले आई मैथिली ठाकुर जब टिकट पाती हैं, ऑर्गेनाइजेशन उनके साथ कैसे अलाइन करेगा? मैं इतना लंबा इंटरव्यू अभी करना नहीं चाहती हूँ. ഇനി എന്തുകൊണ്ട് മൈഥിലി സ്ഥാനാർത്ഥിയായി മൈഥിലിനോട് ചോദിച്ചാൽ മൈഥിലിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. അതായത് മോദിജിയുടെ അല്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ RSSൻ്റെ BJPയുടെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതായത് 1 ലക്ഷത്തോളം ആളുകളെ 1 ലക്ഷത്തോളം യുവാക്കളെ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരണം. നല്ല അജണ്ടയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തോടും രാജ്യത്തോടും ഒക്കെ പലതരത്തിലുള്ള പ്രതിബദ്ധതയും ബോധങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം. അതല്ലാണ്ട് എവിടെയോ കിടക്കുന്ന കുറെ ഫോളോവേഴ്സ് ഉണ്ട്, 3.5 ലക്ഷം 3.5 മില്യൺ 35 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്ത ആളുകളെ എടുക്കുക എന്നുള്ളതല്ല ഈ പറഞ്ഞ രാഷ്ട്രീയം എന്നുള്ളത് BJPക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഈ ഒരു സീറ്റിൽ BJP 100% തോൽക്കും എന്നുറപ്പുള്ള ഒരു സീറ്റായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു നേതാവിനെ പഴി കേൾക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു സെലിബ്രിറ്റിനെ കൊണ്ടുവെക്കുക, കിട്ടുന്ന വോട്ടുകൾ നേടുക, അതുമാത്രമാണ് ഈ പറഞ്ഞ NDA സർക്കാരിന് അല്ലെങ്കിൽ NDAയുടെ ഭാഗത്തുനിന്നും ഈ ഒരു സ്ഥാനാർത്ഥിനെ നിർണ്ണയിക്കാനുള്ള ഒരു കാരണം. ഇനി ഈ ഒരു സ്ഥലത്ത് അലിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 40% മുസ്ലിങ്ങളും 20% യാദവരുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും NDAക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന ആരും ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുമില്ല. പിന്നെ ഇതുപോലത്തെ പല മറകണ്ടം ചാടലും അല്ലെങ്കിൽ മറ്റ് ചില ചാട്ടലുകൾ ഉണ്ടെങ്കിൽ മാത്രം ജയിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ 2020 ഒരു കണ്ടം ചാടിയിട്ടുള്ള അവിടുത്തെ MLA 2022 തിരിച്ച് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ അകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മൈഥിലി ഠാക്കൂർ എന്ന് പറയുമ്പോൾ BJPയുടെ എന്നത്തെയും ആ ഒരു സവർണ ചിന്താഗതി അവിടെ വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് മൈഥിലി ഠാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണാണ്, ഒരു യാദവനോ അല്ലെങ്കിൽ ഒരു ദളിതനോ ഒന്നുമല്ലാത്ത മൈഥിലി ഠാക്കൂറിനെ തങ്ങളുടെ അതായത് BJP ഏതായാലും നിർത്തുകയാണ്, തോൽക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണനെ തന്നെ നിർത്താം എന്നവരങ്ങ് വിചാരിച്ചു. അപ്പോൾ കിട്ടുന്ന ബ്രാഹ്മണ വോട്ടുകളെങ്കിലും ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ബ്രാഹ്മണ വോട്ടുകളും പിന്നെ തീവ്ര ഹിന്ദുത്വവാദികളുടെ വോട്ടുകളും ഞങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് മൈഥിലി ഠാക്കൂർ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ പെൺകുട്ടിനെ തന്നെ അവിടെ കൊണ്ട് നിർത്തിയത്. आउटसाइडर आपको कहा जा रहा है, इस क्लेम को कैसे? बेनीपट्टी से आप बिलोंग करती है ना शायद? संविधान ने अनुमति दी है कि आप कहीं से भी लड़ सकते हो, तो क्या हर इंसान के ऊपर ऐसे सवाल उठाए जाएंगे? ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ മൈഥിലി ഒരു സ്റ്റേജിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് അവൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ പറ്റുമോ, വികസനം പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ മൈഥിലിക്ക് പറയാൻ പറ്റുള്ളൂ. संदेश दिया कि भारत अब झुकेगा नहीं, भारत अब रुकेगा नहीं. वो सिर्फ गृह मंत्री नहीं, वो भारत की सुरक्षा, संस्कृति और स्वाभिमान के प्रहरी हैं. अमित शाह जी की दृढ़ता और मोदी जी के नेतृत्व से देश ने वो ताकत मिली है जो आज दुनिया को सम्मान देखती है. ഇതുപോലെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിനി അല്ലെങ്കിൽ അമിത്ഷാ അതുപോലത്തെ ആളുകളെ ഇങ്ങനെ പ്രൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുക, അതല്ലാണ്ട് മറ്റൊരു കാര്യങ്ങളും ഇല്ല. അവർ പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ അതുപോലെ വന്ന് മൈക്കിലൂടെ തുപ്പുക, അതുപോലും കാണാതെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ തൻ്റെ മനസ്സെന്ന് പറയാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് തന്നെ പേപ്പർ വെച്ചിട്ട് സംസാരിക്കുന്നു. പിന്നെ പേപ്പർ വെച്ച് സംസാരിക്കുന്നത് നമുക്ക് ഇത്ര പറയാനൊന്നുമില്ല. ടെലിപ്രോംപ്റ്റർ ഇല്ലാണ്ട് വാ തുറക്കാൻ പറ്റാത്ത പ്രധാനമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള ആ പാർട്ടിയിലെ വെറും 24 വയസ്സുള്ള ഒരു പെൺകൊച്ചിന്, രാഷ്ട്രീയം ഒന്നും അറിയാത്തൊരു കൊച്ചിന് എന്ത് പറയാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മതി. നമുക്കതിൽ വലിയ തർക്കമൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് BJPയുടെ അജണ്ട. തോൽക്കുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ കിട്ടുന്ന ഈ പറഞ്ഞ ബ്രാഹ്മണ വോട്ടുകളും മറ്റ് തീവ്ര ഹിന്ദു വോട്ടുകളും കിട്ടട്ടെ. അപ്പം ഇനി തോറ്റു കഴിഞ്ഞാലും അവളുടെ മേലോട്ട് പഴിയിടാം. മറ്റുള്ള BJP നേതാക്കളൊക്കെ സേഫാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം NDA അവിടെ തീരുമാനിച്ചതും എടുത്തതും. ഇതുപോലത്തെ പല കാര്യങ്ങളും NDA ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലത്തെ പല
ബുദ്ധി ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്വാളിറ്റി ഇല്ലാത്ത തീരുമാനങ്ങൾ എപ്പോഴും അവർ കാണിക്കാറുണ്ട്. എങ്കിലും ഇതൊന്നും അറിയാതെ അന്ധഭക്തർ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഇതാണ് ബീഹാർ, അല്ലെങ്കിൽ ഇതാണ് NDAയുടെ നയം, ഇതാണ് NDA. ഇനി അവിടെ വല്ല വോട്ട് കട്ടിട്ടോ അല്ലെങ്കിൽ EVM വല്ല പരിപാടികളും ചെയ്തു വെച്ചിട്ടോ വല്ല വോട്ടും പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശയം പെടേണ്ട കാര്യമില്ല.